റൌഡി ലിസ്റ്റിൽപ്പെട്ടയാൾക്കെതിരെ യുവതി നൽകിയ പരാതിയിൽ 13 ദിവസം പോലീസ് നടപടി സ്വീകരിച്ചില്ല. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാൾ യുവതിയെയും അച്ഛനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊല്ലം ഏരൂർ പോലീസിന്റെ അനാസ്ഥ കാരണം മണലിൽ സ്വദേശി വേണുഗോപാലൻ നായർ, മകൾ ആശ എന്നിവർക്കാണ് ക്രൂരമായി പരിക്കേറ്റത്. കഴിഞ്ഞ 30-നാണ് ഏരൂർ സ്വദേശിനിയായ ആശ റൌഡി ലിസ്റ്റിൽപ്പെട്ട മണൽ സ്വദേശി ചങ്കു സുനിലിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. അശ്ലീല പ്രദർശനം, അസഭ്യവർഷം എന്നിവ നടത്തിയെന്നായിരുന്നു പരാതി. പരാതി സ്വീകരിച്ച ഏരൂർ പോലീസ് ചെറുവിരൽ പോലും അനക്കിയില്ല. പരാതി നൽകി 13-ാം ദിവസം ചങ്കു സുനിലും സുഹൃത്ത് അനീഷും പ്രായപൂർത്തിയാകാത്ത വ്യക്തിയും ചേർന്ന് വേണുഗോപാൽ നായരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അച്ഛനെയും മകളെയും വെട്ടി പരിക്കേൽപ്പിച്ചു. എന്റെ വണ്ടി അടിച്ചു, എന്റെ മോളെ കാലടിച്ച് സിമെന്റ് എടുത്ത് എറിഞ്ഞ് ചതച്ച് കയ്യെ വെട്ടി, എന്നെ വെട്ടി അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് 16-18 തുന്നലുള്ള മുറിവുകളുണ്ട്. സ്ത്രീയുടെ പരാതിയിൽ ഏരൂർ പോലീസ് കാട്ടിയത് വലിയ അനാസ്ഥയാണ്. അതിന്റെ ബാക്കി പത്രമാണ് വേണുഗോപാൽ നായരും ആശയും ഇപ്പോൾ അനുഭവിക്കുന്നത്. 2:30 വന്ന് മുണ്ടഴിച്ച് കാണിച്ച് അസഭ്യം പറയും, ചീത്ത വിളിക്കുകയും പിന്നെ രാത്രിയിലും ഇരുന്ന് ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ 1-ാം തീയതി കൊണ്ടുവന്ന് കേസ് കൊടുത്തത് അന്ന് അവന്മാരെ വന്ന് പോലീസുകാർ അനാസ്ഥ കാണിച്ചുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കത്തുമില്ലായിരുന്നു. എനിക്കും എൻ്റെ അച്ഛനും ഇനി ജീവിക്കാൻ അവന്മാർ ഗുണ്ടകളും നിരവധി കേസിലെയും കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും എല്ലാം പ്രതികളാണ്. ആക്രമണത്തിന് പിന്നാലെ ചങ്കു സുനിലിനെയും അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾക്കെതിരെ സ്ത്രീ നൽകിയ പരാതി പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ആശ പരാതി നൽകിയപ്പോൾ തന്നെ പ്രതികളെ തേടിപ്പോയിരുന്നുവെന്നും പക്ഷേ കണ്ടെത്താൻ ആയില്ല എന്നുമുള്ള ഒഴുക്കൻ മറുപടിയാണ് ഏരൂർ പോലീസ് നൽകുന്നത്. എന്തായാലും പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.